ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ധൈര്യമുണ്ടെങ്കിൽ കളിച്ചോളൂ, ഞാൻ തിരിച്ച് പറഞ്ഞോളാം. ആര്യനെ ഭിത്തിയിൽ തേച്ചൊട്ടിച്ച് പേസ്റ്റാക്കി പവനായി ശവമായി എന്ന അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഒരുപക്ഷെ അന്ന് ലാലേട്ടനോട് ആര്യൻ പറഞ്ഞ ആ കാര്യങ്ങൾ അത് കേട്ട സമയം മുതൽ ഒരുപാട് ഓഡിയൻസ്, ബിഗ് ബോസ് എന്ന ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന 99.9% ഓഡിയൻസും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും ആര്യന് 2 കിട്ടണം എന്നുള്ളത്. എന്നാൽ ഇന്ന് അതിന് പരിസമാപ്തിയായിരിക്കുകയാണ്. ലാലേട്ടൻ ആര്യനോട് പറയുകയാണ്, ആര്യനെല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച്. ഹെൽമെറ്റ് വെക്കണമെന്ന് ചോദിക്കുമ്പോൾ കുളിക്കുമ്പോൾ വെക്കണോ, പിന്നെ കിടക്കുമ്പോൾ വെക്കണോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് ഇരിക്കുന്നത്, എനിക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ ആര്യൻ പറയുകയാണ്, ഞാൻ കുളിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണോ എന്ന് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു. അത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, എന്നോട് ചോദിച്ചു. ശേഷം ആര്യൻ പറയുന്നത്, സോറി ലാലേട്ടൻ എന്ന് പറയുന്നു. ലാലേട്ടൻ പറയുന്നത്, എന്നോട് കളിക്കൂ, ധൈര്യമുണ്ടെങ്കിൽ കളിച്ചോളൂ, ഞാൻ തിരിച്ച് പറഞ്ഞോളാം. നമുക്ക് അത്യാവശ്യം ഒരാളുടെ റിഫ്ലക്സ് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്, അതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. മര്യാദയ്ക്ക് കളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ അവിടെ അവസാനിക്കുകയാണ്. കാരണം ലാലേട്ടനെ അന്ന് ആര്യൻ പറഞ്ഞ ആ കാര്യങ്ങൾ കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ ആര്യൻ്റെ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ആര്യന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരൊറ്റ സംഭവത്തിന് ശേഷം ഒരുപാട് ഹേറ്റേഴ്സ്, ഒരുപക്ഷെ സപ്പോർട്ടിൽ കൂടുതലധികം ഹേറ്റേഴ്സാണ് ആര്യന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരിക്കലും ലാലേട്ടനോട് അങ്ങനെ പറയരുതായിരുന്നു. കാരണം ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മളൊക്കെ അത്രയധികം ആഗ്രഹിച്ച് വിളിക്കുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മലയാളത്തിൻ്റെ ഇതിഹാസമാണ്, താരരാജാവാണ്. നമ്മളൊക്കെ അത്രയധികം ആരാധനയോടെ കാണുന്ന അത്രയും വലിയൊരു മനുഷ്യനെ അദ്ദേഹത്തെ യാതൊന്നും അല്ലാതാക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലാണ് ആര്യൻ ഇന്ന് സംസാരിച്ചത്. ഒരുപക്ഷെ കുറച്ചൊരു ബുദ്ധിയും വിവേകവും, അല്ലെങ്കിൽ കുറച്ചൊന്ന് വിവേകമുള്ള ഒരു ചെറിയൊരു കുഞ്ഞ് പോലും, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്നതാണ് അദ്ദേഹം ആരാണ്, അല്ലെങ്കിൽ ശ്രീ മോഹൻലാൽ എന്നുള്ള വ്യക്തി മലയാളികളുടെ ഇടയിൽ അദ്ദേഹം എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഇത്തരത്തിലുള്ള തീരെ നിലവാരമില്ലാത്ത, അല്ലെങ്കിൽ ഇത്രയധികം ചൈൽഡിഷായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആര്യൻ നിൽക്കുന്നത് ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയിലാണ് എന്നുള്ളത് ആര്യൻ മറന്നു പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ലോക മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണിത്. അങ്ങനെയുള്ള ആ ഒരു ഷോയെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ആങ്കർ, അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയധികം ആരാധനയോടെ നമ്മളൊക്കെ, അല്ലെങ്കിൽ ഒരു നോക്ക് കാണണം, അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കാണണം, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആര്യൻ ഈ പറഞ്ഞതിനോട് നമുക്ക് ഒരു കാരണവശാലും 1% പോലും അനുയോജിക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ ആര്യൻ ഇതിന് ശേഷം ആ ഒരു സംഭവത്തെക്കുറിച്ച് കുറച്ചുകൂടി സീരിയസ് ആവും, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയും വലിയൊരു ആര്യൻ ഒരിക്കലും അങ്ങനെ പറയരുതായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ആര്യനിട്ട് 2 കൊടുക്കണം എന്നുള്ളത് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ച, അല്ലെങ്കിൽ അത് അവരുടെയൊക്കെ അത്യാവശ്യമായൊരു കാര്യമായിരുന്നു. അതിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായിരിക്കും ലാലേട്ടൻ ഇതിൽ കൂടുതലായി ആര്യനോട് പറയാനുള്ളത് എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണാം. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിങ്ങളുടെ വലിയ